ഹായ് ഹലോ. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല റിച്ച് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫലൂദയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല ചൂടുള്ള സമയത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫലൂദയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു റോസ് സിറപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാനിലോട്ട് ഇത് അരക്കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പഞ്ചസാര നല്ലപോലെ മെൽറ്റായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പത വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കാം. ആ ഒരു പഞ്ചസാര പാനിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റനൂൽ പരുവൊന്നും ആണ്ട, എന്നാലും നല്ല പോലെ കുറുകി കിട്ടണം കേട്ടോ. ഇതുപോലെ പത വന്ന് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മൾ റെഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാജിക്കിൻ്റെ റെഡ് കളറ് ഒരു 1-2 ഡ്രോപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മറ്റേത് നമുക്ക് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അത് നമ്മൾ കട്ട് ഫ്രൂട്ടിലേക്ക് ചേർക്കാനുള്ള പഞ്ചസാര പാനിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂദയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ജെല്ലി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് ജെല്ലി ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം പൈനാപ്പിൾ വെച്ചിട്ടാണ് ജെല്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അളവിൽ പൈനാപ്പിൾ കട്ട് ചെയ്തത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 1 കപ്പ് അളവിൽ വെള്ളവും 1 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് അതിൻ്റെ നാരൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് നമ്മൾ സോസ് പാനിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ജെല്ലിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ഞാനിവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു അടുപ്പിൽ ആ ഒരു ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൈനാപ്പിളിൻ്റെ ആ ഒരു വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പൈനാപ്പിൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസിൻ്റെയും ആ ഒരു പൈനാപ്പിൾ വെള്ളവും നല്ല ഒരേ ടെമ്പറേച്ചറിൽ വേണം കേട്ടോ അതിൻ്റെ ചൂട്. എന്നിട്ട് ആ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് 2 പാത്രത്തിലാക്കിയിട്ട് സെപ്പറേറ്റ് 2 പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 2 കളർ ജെല്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 2 പാത്രത്തിലായിട്ട് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നിലേക്കൊന്ന് അരിപ്പ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്കും അതിൻ്റെ പകുതി അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 2 തരം ജെല്ലിക്ക് ഞാൻ 2 തരം കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് ഞാനിവിടെ ഗ്രീൻ കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ഡ്രോപ്സ് ഗ്രീൻ കളർ മാജിക്കിൻ്റെ ജെൽ കളറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ ജെല്ലി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു ജെൽ കളർ നമ്മൾ ഇതിലേക്ക് മഞ്ഞ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പൈനാപ്പിൾ കളറുണ്ട്, വേണമെങ്കിൽ ഒരു മഞ്ഞ കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ഹോം മെയ്ഡായിട്ടുള്ള ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫലൂദയ്ക്ക് വേണ്ടത് കട്ട് ഫ്രൂട്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായാലും മതി കേട്ടോ. ഞാനിപ്പം പലതരം ഫ്രൂട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ കട്ട് ഫ്രൂട്ട്സും. എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര പാനി ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഈ ഒരു കട്ട് ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അതും കൂടി ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പം വേറൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതും കൂടി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്
പാൽ മിക്സാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇവിടെ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതും കൂടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫലൂദയ്ക്ക് വേണ്ടത് സേമിയാണ്. അപ്പോൾ അതാ സേമിയയും കൂടി ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫലൂദ ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് കൂൾ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ, കൂളാക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫലൂദ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ഐറ്റംസും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു ഫലൂദ ഒന്ന് ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഗ്ലാസ്സിലോട്ട് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ റോസ് സിറപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസ്സിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു റോസ് സിറപ്പ് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്കസാണ്. ശേഷം കുറച്ച് ആ ഒരു സേമിക വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു 2 തരം ജെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു യെല്ലോ കളറും ഗ്രീൻ കളർ ജെല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു പാൽ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഫലൂദ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം എന്താ പാൽ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വനിലയുടെ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ജെല്ലിയും ആ ഒരു റോസ് സിറപ്പും കസ്കസ് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് ഫൈനലായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് റോസ് സിറപ്പും കൂടി ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ടേസ്റ്റ് ആയിട്ടുള്ള ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.